ഭാര്യ വീണുപോയതിനു ശേഷം വറ്റി വരണ്ട മരുഭൂമി പോലെ കിടന്നിരുന്ന അവന്റെ വീട്ടിൽ ഒരിണക്കമെല്ലാം വെച്ചത് കുഞ്ഞമ്മ വന്നതിന് ശേഷമാണ്. കുഞ്ഞമ്മയാണ് പിന്നെ അവന് വേണ്ട ദാഹജലമെല്ലാം നൽകിയത്. അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മ വന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് അവനായിരുന്നു. പട്ടാള ജീവിതവും യുദ്ധവും സമാധാനവും ഒക്കെയായി കാലങ്ങൾ മുന്നോട്ട് പോയി. വീട്ടുകാർ മുൻകൈയെടുത്ത് അവന്റെ വിവാഹം നടത്തി. തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി. ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞതാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് രമേശിന്റെ ട്രാൻസ്ഫർ ഹിമാചൽ പ്രദേശിലേക്കായിരുന്നു. ഈശ്വരാധീനത്താൽ അവിടെ കുടുംബസമേതം താമസിക്കാനുള്ള അവസരമുണ്ടായി. ഭാര്യ ലീലയുമായി രമേശ് ഹിമാചലിൽ താമസം തുടങ്ങി. താമസ സ്ഥലത്തുള്ള ഒരു മിഷണറി സ്കൂളിൽ അധ്യാപികയായി ലീലയ്ക്ക് ഒരു താൽക്കാലിക ജോലിയും ലഭിച്ചു. അവരുടെ താമസ സ്ഥലത്തോട് ചേർന്ന് തന്നെ സ്റ്റേറ്റ് സർവീസിൽ ജോലിയുള്ള ധാരാളം മലയാളികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ലീല കുളിമുറിയിലൊന്ന് തെന്നി വീണു. നട്ടലിനെ കുറിച്ച് ശ്രദ്ധമൊക്കെ ഉണ്ടായി. അവിടെ സിറ്റിയിൽ ഹോസ്പിറ്റലിൽ ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. 6 മാസത്തേക്ക് പരിപൂർണ്ണ വിശ്രമം ഡോക്ടർ നിർദ്ദേശിച്ചു. നാട്ടിലേക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരുന്നു. രമേശ് നാട്ടിൽ വീട്ടുകാരുമായി സംസാരിച്ചു. ലീലയുടെ കുഞ്ഞമ്മ ദേവയാനിയുടെ പേര് മുന്നിലേക്ക് വന്നു. ദേവയാനി വിവാഹിതയാണെങ്കിലും കുട്ടികളൊന്നുമില്ല. 45 പ്രായം വരും. പക്ഷെ കണ്ടാൽ അത്രയൊന്നും തോന്നുകയില്ല. ലീലയുടെ വീടിനടുത്താണ് താമസം. അങ്ങനെ ദേവയാനിയെ ഹിമാചലിലേക്ക് കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. വീട്ടിലൊരു നേപ്പാളി പെണ്ണിനെ ലീലയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏർപ്പാടാക്കി. 15 ദിവസത്തെ അവധിയെടുത്ത് രമേശ് നാട്ടിലേക്ക് തിരിച്ചു. മുൻപൊരിക്കൽ കല്യാണമൊക്കെ കഴിഞ്ഞ് രമേശും ദേവയാനിയും ചെറിയൊരു തട്ടുമുട്ടൊക്കെ നടന്നതാണ്. ഒരു ദിവസം രമേശ് അവിടെ ചെന്നപ്പോൾ ദേവയാനി അടുക്കളയ്ക്കകത്ത് ചിരവയിലിരുന്ന് തേങ്ങ ചിരണ്ടുകയായിരുന്നു. കുഞ്ഞമ്മ തേങ്ങ ചിരണ്ടി തീരുന്നത് വരെ അവൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കുഞ്ഞമ്മയുടെ പാട്ടും കേട്ട് ആസ്വദിച്ചുകൊണ്ട് നിന്നു. തേങ്ങ ചിരണ്ടൽ കഴിഞ്ഞിട്ട് അല്പം ബുദ്ധിമുട്ടിയാണ് ദേവയാനി എഴുന്നേറ്റത്. അപ്പോഴാണ് രമേശിനെ അവർ കണ്ടത്. അയ്യോ മോനെ രമേശേ, മോൻ ഇപ്പോൾ വന്നു. കുഞ്ഞമ്മ ജോലി തിരക്ക് കാരണം കണ്ടില്ലായിരുന്നു. മോൻ ഇരിക്കരുത്, ദേവയാനി പറഞ്ഞു. സാരമില്ല കുഞ്ഞമ്മേ, ഞാൻ ദേ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ചിറ്റപ്പൻ എന്തിയെ കാണുന്നില്ലല്ലോ. കുഞ്ഞമ്മയ്ക്ക് എന്താ കാലിന് വേദനയോ വല്ലതുമാണോ? എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടു. ഓ, എന്ത് ചെയ്യാനാണ് മോനെ, വയസ്സൊക്കെ ആയില്ലേ. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ മുട്ടിനൊക്കെ ആകെ വേദനയാണ്. എന്ത് ചെയ്യാനാണ്, മരുന്ന് എന്തെങ്കിലും വാങ്ങണം. ഇവിടുത്തെ അങ്ങേർക്ക് ഇതൊന്നും കാണണ്ടല്ലോ. അതിനെന്താ കുഞ്ഞമ്മേ, ഞാനില്ലേ. ഇന്ന് കുഞ്ഞമ്മയ്ക്ക് അത്രയ്ക്കങ്ങ് പ്രായമൊന്നുമില്ല. ഇപ്പോഴും കാണാൻ സുന്ദരിയാണ്. ഞാൻ കൊണ്ടുവന്ന കടുകണ്ണ തരാം, ഒന്ന് പുരട്ടി നോക്ക്, അല്ലെങ്കിൽ ഞാൻ പുരട്ടി തരാം. രമേശ് കുഞ്ഞമ്മയെ പ്രശംസിച്ചത് കുഞ്ഞമ്മയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. സ്വന്തം സൗന്ദര്യത്തെ ഒരു പുരുഷൻ പ്രശംസിക്കുന്നത് ഏത് പെണ്ണിനും ഇഷ്ടമാകുമല്ലോ. ഓ, എന്തോ സൗന്ദര്യമാണ് മോനെ, ആര് കാണാനാണ് ഇതൊക്കെ. എന്താ കുഞ്ഞമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതല്ല, കുഞ്ഞമ്മ സുന്ദരിയായതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. രമേശ് സോപ്പ് നന്നായി പതപ്പിച്ചു. ആ പതിയിൽ മുങ്ങിയ കുഞ്ഞമ്മയ്ക്ക് അത് കേട്ടപ്പോൾ എന്തോ ആകെ ഒരു വല്ലാതെ തോന്നി. മോനിരിക്കെ, ഞാൻ ചായ ഇടാം. ഞാനിവിടെ നിന്നോളം കുഞ്ഞമ്മയെ. കുഞ്ഞമ്മ ചായ ഇട്ടു, കുടിച്ചിട്ട് പോകാം. അപ്പോഴേക്കും കുഞ്ഞമ്മ ചായ കൊണ്ടുവന്നു. ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ട് അവൻ പറഞ്ഞു, എന്നാ ശരി കുഞ്ഞമ്മ, ഞാൻ വൈകിട്ട് കടുകണ്ണ കൊണ്ടുവരാം. അവൻ ഇറങ്ങി നടന്നു. കുഞ്ഞമ്മ അവനെ നിർനിമിഷയായി നോക്കി നിന്നു. അന്ന് വൈകുന്നേരം 2 പേക്കൊക്കെ വീശി കഴിഞ്ഞ് ഒരു ചെറിയ കുപ്പിയിൽ കടുകണ്ണയുമായി രമേശ് കുഞ്ഞമ്മയുടെ അടുത്തേക്ക് പോയി. കറണ്ട് കണക്ഷൻ ഇല്ലാത്തതിനാൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ കുഞ്ഞമ്മ ഇരിക്കുന്നത് കണ്ടു. രമേശിനെ കണ്ട ഉടൻ കുഞ്ഞമ്മ എഴുന്നേറ്റ് പറഞ്ഞു, ആ മോനാണ് അമ്മാവാ, കുട്ടുവാനിക്കുള്ള മരുന്ന് കൊണ്ടുവന്നോ? ആ കുഞ്ഞമ്മയെ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കപ്പൻ എന്തിയാ വന്നില്ലേ? ഓ, അങ്ങേര് ഷാപ്പിലെങ്ങാണ്ട് പോയതാ. ഇനി ഒരു സമയമാകുമ്പോൾ ആടി കയറി വരും. അത് കൊള്ളാലോ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ കുഞ്ഞമ്മ തെറ്റിദ്ധരിക്കുമോ? ആ, അതൊക്കെ പോട്ടെ. കുഞ്ഞമ്മ അകത്ത് കയറി ഇരിക്കും, ഞാൻ കടുകണ്ണ വെറുതെ തരാം. ദേവയാനി അത് കേട്ട് മണ്ണെണ്ണ വിളക്കുമായി അടുത്ത മുറിയിൽ കയറി ഭിത്തിയിൽ ചാരി കാല് നീട്ടി വെച്ചിരുന്നു. രമേശ് കുപ്പിയിൽ കരുതിയ എണ്ണയുമായി അകത്ത് കയറി കുഞ്ഞമ്മയുടെ മുന്നിലിരുന്നു. കൈകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അവളുടെ മുട്ടിൽ പുരട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട് സുഖമ്മയെ? ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞമ്മയെ? നല്ല കുറവ് തോന്നുന്നുണ്ടോ? ആ മോനെ, ഈ എണ്ണയിടുമ്പോൾ നല്ല കുറവ് തോന്നുന്നുണ്ട്. അപ്പോഴാണ് പുറത്തുനിന്നും ആ ശബ്ദം കേട്ടത്. എടി ദേവയാനി, തിണ്ണാക്കി വിളക്ക് കത്തിച്ച് വെക്കാതെ അവിടെ പോയി ഇരിക്കാടി. കുഴഞ്ഞ ശബ്ദത്തിലുള്ള അവരലർച്ച ഇരുവരെയും ഞെട്ടിച്ചു കളഞ്ഞു. പെട്ടെന്ന് ചാടി എഴുന്നിട്ട് ദേവയാനി വിളക്കുമായി തിണ്ണയിലേക്ക് വന്നു. അവനെ കണ്ട ചിറ്റപ്പൻ കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ആ ആരിത്? ഓ, മോനായിരുന്നോ? എപ്പോ വന്നു? അവൻ പറഞ്ഞു, അത് ഞാൻ ചിറ്റപ്പ, ഞാൻ കുഞ്ഞമ്മയ്ക്ക് കാലിന് വേദനയ്ക്കുള്ള മരുന്നുമായി വന്നതാണ്. എന്നാ മോ ഇരിക്കെ, ഇനി ഓണൊക്കെ കഴിഞ്ഞിട്ട് പോകാം. ഇല്ല ചിറ്റപ്പ, ഞാൻ ഇറങ്ങാൻ പോവുകയായിരുന്നു. ലീല കാത്തിരിക്കും, ഞാൻ അവിടെ പോയി കഴിച്ചോളാം. ആ കുഞ്ഞമ്മേ, അത് പുരട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചേരെ, വേദനയ്ക്ക് നല്ല മാറ്റമുണ്ടാകും. ശേഷം അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇറങ്ങി നടന്നു. പിന്നെ അവൻ കുഞ്ഞമ്മയെ കണ്ടിട്ടേയില്ല. ഇപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ് കുഞ്ഞമ്മയെ കുറിച്ച് ഓർക്കുന്നത് തന്നെ. മക്കളില്ലാത്തത് കൊണ്ട് രമേഷിനെയും ഭാര്യയും ഒക്കെ വലിയ കാര്യമാണവർക്ക്. അവനോട് വലിയ കാര്യമായതുകൊണ്ട് തന്നെ കുഞ്ഞമ്മയെ കുറച്ചു നാളത്തേക്ക് ഹിമാചലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാനുള്ള നിർദ്ദേശം ലഭിച്ചപ്പോൾ അവനും സന്തോഷമായിരുന്നു. പിന്നെ കുഞ്ഞമ്മയുടെ കൈപ്പുണ്യവും അപാരമായിരുന്നു. നാട്ടിലെത്തിക്കഴിഞ്ഞ് രമേശ് കുഞ്ഞമ്മയെ കാണാൻ ചെന്നു. തലമുടി കെട്ടിക്കൊണ്ട് നിൽക്കുന്ന കുഞ്ഞമ്മയ്ക്ക് അവനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൻ വന്നപ്പോൾ അവന് വേണ്ടി എന്തൊക്കെയോ കൊടുക്കേണ്ടതെന്ന് കുഞ്ഞമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്ത് കൊടുത്താലും കുഞ്ഞമ്മയ്ക്ക് തൃപ്തി വരാത്ത പോലെയായിരുന്നു. അവൻ പറഞ്ഞു, കുഞ്ഞമ്മ, എനിക്ക് ലീവ് അധികം ദിവസമില്ല. അത്യാവശ്യം തുണിയൊക്കെ എടുത്ത് തന്നേക്കണം. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പാക്ക് ചെയ്തോളാം. പിന്നെ കുറച്ച് കുഴമ്പുമൊക്കെ ലീവയ്ക്ക് വേണ്ടി വാങ്ങണം. ശരി മോനെ, കുഞ്ഞമ്മ എല്ലാം അടുക്കി വെച്ചേക്കാം. മോൻ ബാക്കി കാര്യങ്ങളൊക്കെ അടുപ്പിക്കുക, അവൾ പറഞ്ഞു. യാത്ര തിരിക്കുന്നതിന് മുൻപുള്ള ദിവസം ചിറ്റപ്പനെ കണ്ട് 2 കുപ്പി പട്ടാളത്തിലെ മദ്യം കൊടുത്തു. അതിൽ പേരുമ്പോൾ ചിറ്റപ്പനും സന്തോഷമായി. അടുത്ത് അവർ ദിവസം പോകാനുള്ള യാത്ര ദിവസമായി. ട്രെയിനിൽ AC 3 റെയിലായിരുന്നു ബുക്ക്. കുഞ്ഞമ്മയ്ക്ക് എല്ലാം അത്ഭുതമായിരുന്നു. രമേഷിനൊപ്പം ട്രെയിനിൽ AC തണുപ്പൊക്കെ ഇട്ടിരുന്നപ്പോൾ എന്തോ ഒരു പ്രത്യേക അഭിമാനവും ഒക്കെ തോന്നി. ആദ്യ ദിവസം രാത്രിയിൽ കുഞ്ഞമ്മയെ ഭർത്ത് നന്നായി കൊതിപ്പിച്ചൊക്കെ കിടത്തി. അവനും കിടന്നുറങ്ങി. അങ്ങനെ 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഉച്ചയായപ്പോൾ ഇരുവരും റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. കുഞ്ഞമ്മ പുറത്തിറങ്ങി. ആളും ബഹളവും ഒക്കെ പണ്ട് കണ്ട പിരിച്ചയുടെ അവസ്ഥയായിരുന്നു. സ്റ്റേഷന് ദിവസത്തുള്ള ഹോട്ടലിൽ ഒരു ഡബിൾ റൂം എടുത്തു. 5 ദിവസം അവിടെ തങ്ങണം. കാരണം
അവിടെയുള്ള ഒരു സുഹൃത്ത് മാത്യു കാറുമായി രാവിലെ വരാമെന്ന് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് 300 കിലോമീറ്ററോളം യാത്രയുണ്ട്. അവരുടെ താമസ സ്ഥലത്തേക്ക് വൈകുന്നേരം കുഞ്ഞമ്മയുമായി പോയി കുറച്ച് പർച്ചേസുകളൊക്കെ നടത്തി. ഗ്രാമീണ അന്തരീക്ഷത്തിൽ മാത്രം ജീവിച്ചിട്ടുള്ള ദേവയാനിക്ക് നഗരവും തിരക്കുമൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. അവന്റെ കൈപിടിച്ചുകൊണ്ട് തന്നെ എല്ലാം അവർ കണ്ട് ആസ്വദിച്ചു. രാത്രിയിലേക്ക് ഭക്ഷണപുലിയിൽ കേരള ഹോട്ടലിൽ നിന്ന് വാങ്ങി വന്നു. അപ്പോഴേക്കും ദേവയാനി വിഷമൊക്കെ മാറി കവിലയും ബ്ലൗസും ധരിച്ചു. ഇനി പുറത്തൊന്നും പോകണ്ടല്ലോ. രമേശ് പെട്ടിയിൽ കരുതിരുന്ന കുപ്പി എടുത്തു കുഞ്ഞമ്മയോട് ചോദിച്ചു, എന്ത് പറയുന്നു? ലേശം കഴിച്ചു നോക്കുന്നു കുഞ്ഞമ്മയെ. ദേവയാനി പറഞ്ഞു, അല്ലേലും ഇയാൾ നാട്ടിലൊക്കെ വന്നാൽ എല്ലാം ചുറ്റപ്പനയിലെ കൊടുക്കൂ. കേരളക്കാർ കൊണ്ടുവരുന്ന സാധനം നല്ലതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ രുചി നോക്കാൻ പറ്റിയിട്ടില്ല. അത് കേട്ട് സന്തോഷവാനായ രമേശ് കൂട്ടി തിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് നല്ല കാര്യം. ഇനിയെല്ലാം എന്റെ കുഞ്ഞമ്മക്കുള്ളതല്ലേ. ആദ്യം ഇപ്പോൾ പറഞ്ഞ കാര്യം ആഗ്രഹം നടത്തി തരാം. എന്താ കുഞ്ഞമ്മ തയ്യാറല്ലേ? ദേവയാനി സമ്മതം മൂളി. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, വീട്ടിൽ സുഖമില്ലാത്തതിന്റെ കുറച്ചുകൂടി ഉണ്ടെന്ന കാര്യം ഓർക്കണം. അതൊക്കെ എനിക്കറിയാം കുഞ്ഞമ്മയെ. അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ കുഞ്ഞമ്മയെ കൊണ്ടുവരുന്നത്. പിന്നെ അവളുടെയും കൂടെ ആവശ്യമാണ്. കുഞ്ഞമ്മയ്ക്ക് ആഗ്രഹമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഇതുവരെ സന്തോഷം എന്തെന്ന് കുഞ്ഞമ്മ അറിഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞമ്മയുടെ ആഗ്രഹമെല്ലാം തീർത്തു തരാൻ തന്നെയാണ് അവളുടെ ഉദ്ദേശം. അതിനല്ലേ ഞാൻ കുഞ്ഞമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അറിയാമല്ലോ, അവൾ കിടപ്പതിനു ശേഷം ഞാൻ നന്നായി ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഇനിയെ പട്ടിണി കൂടി മാറ്റേണ്ടത് കുഞ്ഞമ്മയുടെ ഉത്തരവാദിത്തമാണ്. അവൻ പറഞ്ഞു, എന്നാൽ ശരി കുഞ്ഞമ്മ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇരുവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അവൻ കൈ കഴുകി വന്നിട്ട് പറഞ്ഞു, ഞാൻ പുറത്തു പോയി കുടിവെള്ളം വാങ്ങി വരാം. അവൻ റൂമിൽ ലോക്ക് ചെയ്ത് ഹോട്ടലിൽ പുറത്തിറങ്ങി മാത്യുവിന്റെ കാര്യങ്ങൾ സുഹൃത്തുക്കളോട് തിരക്കിയപ്പോൾ അവൻ യാത്രയിലാണ്. വെളുപ്പിനെ തന്നെ അവിടെ എത്തുമെന്ന് പറഞ്ഞു. മാത്യു ഹിമാചലിൽ സർക്കാർ ജോലിയിലുള്ള ആളാണ്. ഭാര്യ ഗർഭിണി. അതിനാൽ കഴിഞ്ഞ മാസം നാട്ടിലേക്ക് പോയി. രമേശ് താമസിക്കുന്ന വീടിനടുത്ത് തന്നെയാണ് താമസം. ഇരുവരും ഫാമിലി ഫ്രണ്ടാണ്. ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു സിഗരറ്റൊക്കെ വലിച്ച് വെള്ളവും വാങ്ങി രമേശ് റൂമിലെത്തി. ടിവിയിൽ ഒരു റിയാലിറ്റി ഷോ നടത്തുന്നു. കുഞ്ഞമ്മ ഉറക്കത്തിലായിരുന്നു. അവൻ വിളിച്ചപ്പോൾ കുഞ്ഞമ്മ ചാടി എഴുന്നേറ്റ്. മോൻ വന്നു. ഞാനൊന്ന് മയങ്ങിപ്പോയിരുന്നു. ശേഷം അവർ രാത്രിയിലെ ഏതൊരു യാമത്തിലാണ് ഉറങ്ങിപ്പോയത്. പിറ്റേന്ന് രാവിലെ ഇരുവരും തയ്യാറായി ഹോട്ടലിൽ നിന്ന് പുറത്തെത്തിയപ്പോഴേക്കും മാത്യു എത്തിയിരുന്നു. കുഞ്ഞമ്മയും മാത്യുവിനെയും പരസ്പരം പരിചയപ്പെടുത്തി. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ താമസ സ്ഥലത്തെത്തി. കുന്നും പുഴയുമൊക്കെ കണ്ട് ദേവയാനി കണ്ണു തള്ളി. ചെറിയ തണുപ്പുള്ള കാലാവസ്ഥ ഒക്കെ ഇഷ്ടമായി. വീട്ടിലെത്തിക്കഴിഞ്ഞ് കുഞ്ഞമ്മയും മോളും തമ്മിൽ വികാരഭരിതമായി സിനിമകളൊക്കെ. ലീലയുടെ കാര്യങ്ങളൊക്കെ കുഞ്ഞമ്മ പിന്നെ ഏറ്റെടുത്തു. ഒരാഴ്ചയോളം മറ്റു സംഭവവികാസങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. അവിടെ എത്തി ജോലിയും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ ദേവയാനിക്ക് പഴയ മുട്ടുവേദന വീണ്ടും ഉണ്ടായി. അവൻ ജോലി കഴിയുന്നുവെന്നൊഴിവുള്ള രാത്രി സമയങ്ങളിൽ രമേശ് ആ എണ്ണപ്രയോഗം വീണ്ടും ചെയ്തു കൊടുത്തു. ലീല കഴിക്കുന്ന വേദനസംഹാരിയുടെ സജഷനിൽ ഉറക്കമായിരിക്കും. പിന്നെ അവൾ കാലത്തെ എഴുന്നേൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയിലെ അമ്പലത്തിൽ നിന്നുള്ള കഥനയിൽ നിന്നുള്ള പൂക്കുറ്റികൾ ദിവസവും പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊന്നും അവർ കേട്ടില്ല. കുഞ്ഞമ്മയും രമേശും അമ്പലത്തിൽ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ചകളിൽ മലഞ്ചെരുവിനിടയിലുള്ള കാട്ടരുവിയിൽ കുഞ്ഞമ്മയും അവനും തുണികൾ കഴുകാൻ പോകുമായിരുന്നു. കുഞ്ഞമ്മ കഴുകിത്തരുന്ന തുണികൾ അരുവിലെ വെള്ളത്തിൽ ഇളച്ച് പാറപ്പുറത്ത് നടക്കാൻ രമേശ് സഹായിക്കും. അവിടെ തന്നെ അവർ കുഞ്ഞമ്മയെ നീന്താനുള്ള ആഗ്രഹം തീർത്തു കൊടുത്തിരുന്നു. ഹിമാചലിലേക്ക് വരാൻ കഴിഞ്ഞത് ഒരു നിയോഗവും അനുഗ്രഹവും ഒക്കെയാണെന്ന് ദേവയാനി മരുമകനോട് പറയുമായിരുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം രമേശ് കുഞ്ഞമ്മയെ കൊണ്ട് എല്ലായിടവും ചുറ്റി കാണാനും പോകാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള ജീവിതം കുഞ്ഞമ്മ നല്ല പോലെ ആസ്വദിച്ചു. രമേശ് കുഞ്ഞമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു. കുഞ്ഞമ്മയുടെ കൈപ്പുണ്യം അവൻ വീണ്ടും അറിയുകയും ആസ്വദിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ലീല വീട്ടുജോലികൾ ചെറുതായി ചെയ്യാൻ തുടങ്ങി. അവരുടെ കുഞ്ഞമ്മയുടെയും യാത്രാ ദിവസം എത്തി. കുഞ്ഞമ്മയ്ക്ക് പോകാൻ തീരെ മനസ്സിലായിരുന്നു. ഇനിയും ഒഴിവുള്ളപ്പോഴൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ കുഞ്ഞമ്മയെ മഹേഷും ഭാര്യയും യാത്രയാക്കി. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.